ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡു ടോക്സ്. ഹായ് ചേച്ചി. ഹായ് സ്നിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു ഭയങ്കര ഹാപ്പി മൊമെന്റിലല്ലേ? യെസ്, ഷുവർ. നമുക്ക് ഓൾറെഡി കുറെ സ്റ്റുഡൻസ് ഉണ്ട് പഠിപ്പിക്കാനായിട്ട്. യാ. അബ്രോഡിലെ സ്റ്റുഡൻസും കേരളയിലെ സ്റ്റുഡൻസും അങ്ങനെ കുറെ സ്റ്റുഡൻസും കുറെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ കിട്ടല്ലേ? യാ. അപ്പോ ചേച്ചിക്ക് മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിട്ട്? ഇല്ല, ഞാൻ നേരത്തെ ഇങ്ങനൊരു എന്നുവെച്ചാല് നേരത്തെ മുതൽ ഇങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇത് തന്നെ? അതെങ്ങനെ വന്നതെന്ന് വെച്ചാല് അത് ആക്ച്വലി എന്താ ഗ്രാജുവലി നടന്നൊരു പ്രോസസ്സാണ്. ഇപ്പൊ എന്താണ് ഗ്രേസ് എഡ്യൂ ഇല്ല, ഇത് ഗ്രാജുവലി നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഓഫ്ലൈൻ ട്യൂഷൻ ആയിരുന്നു ആക്ച്വലി. ഇതൊരു ഹോം ട്യൂഷൻ മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ ഓൾറെഡി ചേച്ചി എടുക്കുന്നുണ്ടായിരുന്നു. യാ. എടുക്കുന്നുണ്ടായിരുന്നു. എന്റെ ഒരു +2 മുതലേ നമ്മളിങ്ങനെ ട്യൂഷൻസ് ആയിട്ട് ഇങ്ങനെ ഹോം ട്യൂഷൻ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അതെന്റെ ഡിഗ്രി വരെയും എന്റെ PG വരെയും വീട്ടിൽ തന്നെ ഇങ്ങനെ ഹോം ട്യൂഷൻ ആയിട്ട് പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാം പാസ്സായിട്ട് കൊല്ലം കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എന്നിട്ട് അതിനും പോയില്ലേ? അതിന് പോയി. പഠിക്കാൻ പോയി ഞാൻ. പഠിക്കാൻ പോയി. പഠിക്കാൻ പോയ സമയത്ത് എന്താണ് ഈ ഹോം ട്യൂഷൻ ഉണ്ടായിരുന്ന കുട്ടികള് പേരൻസ് ഒക്കെ ഒരു 2 മണിക്കൂർ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ, അങ്ങനെ വന്നപ്പോഴത്തേക്കിന് പിന്നെ ഒരു 2-3 അവേഴ്സ് അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് പഠിക്കണമല്ലോ, ഇത് രണ്ടും പാരലൽ ആയിട്ട് കൊണ്ടുപോകാന്നായിരുന്നു എന്റെ പ്ലാൻ. ടീച്ചിങ് ഒരു പാഷനാണ്, പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇത്രയും സ്റ്റുഡൻസും. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും ഒരു ഗ്രോത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബിക്കോസ് നമ്മളിങ്ങനെ എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ് ആക്ച്വലി. അപ്പോഴേക്കും അതിനകത്തോട്ട് ഇങ്ങനെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരും എന്നുള്ളൊരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഓൺലൈനിലേക്ക് മാറുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ. അത് ആക്ച്വലി ഇതിനകത്തൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഫീഡ്ബാക്ക് ആണ്. ബിക്കോസ് അവർ നമ്മളുള്ള ട്രസ്റ്റ് ഒന്ന് പറ്റുമോ മാം, ഒരു 1 അവർ എടുത്ത് കൊടുക്കാവോ, മാം തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അങ്ങനെ അവര് നമ്മളോട് കൺസിസ്റ്റന്റ് ആയിട്ട് ചില ആളുകൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. മാം ഒന്ന് എടുക്കാൻ പറ്റുമോ, എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പം വോയിസിന്റെ പ്രശ്നം വരും. അങ്ങനെ എല്ലാം കൂടി വരുമ്പോഴത്തേനും പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് റീ ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്കി കൂടാന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് ആക്ച്വലി പിന്നെ നമ്മൾ 2022 മുതൽ ഉണ്ടായിട്ടുള്ള ഒരു മുതലുള്ള ഒരു ജേർണിയാണിത്. അപ്പോ ഒരു നമ്മള് കുറെ പ്ലാറ്റ്ഫോംസിന്റെ പേര് കേട്ടിട്ടില്ലേ? ഇത് ഗ്രേസ് എഡ്യൂവില എന്ന് പറഞ്ഞ പേര് എങ്ങനെയാ വന്നേ? ഗ്രേസ് എഡ്യൂവില എന്ന് പറയുന്ന പേര് ആക്ച്വലി ഓഫ്ലൈൻ ആയിട്ട് ട്യൂഷൻ എടുക്കുന്ന സമയത്തൊന്നും എനിക്ക് ട്യൂഷന് പേരൊന്നുമില്ല. അപ്പൊ വളരെ നോർമൽ ആയിട്ട് ട്യൂഷൻ, വെറുതെ ട്യൂഷൻ. അത് പിന്നെ നമ്മൾ വീട്ടിൽ ട്യൂഷൻ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നൊരു സിറ്റുവേഷനിൽ എനിക്കൊരു ഗ്രൂപ്പിൽ എന്തോ എല്ലാ കുട്ടികൾക്കും കൂടെ എന്തോ ഒരു മെസ്സേജ് അയക്കേണ്ടതായിട്ട് എന്തോ വന്നു. അപ്പൊ എനിക്ക് പേരില്ല, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ ട്യൂഷൻ എന്ന് പറഞ്ഞ് മാത്രം ഇട്ടേക്കാണ്. അപ്പൊ ഒരു പേര് വേണം. 2-3 ദിവസം ഇങ്ങനെ ആലോചിച്ചിരുന്ന് കിട്ടിയ പേരാണ് ഗ്രേസ് എഡ്യൂവില്ല. യെസ്, അങ്ങനെയാണ് ഞാൻ ആ ഒരു പേര്. എന്ന് വെച്ചാല് പെട്ടെന്ന് ഒരു നെയിം അല്ല, വെറുതെ ഒരു നെയിം അല്ല, അതിനെന്തെങ്കിലും ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മീനിങ് കൂടെ ഉണ്ടാവണം. ഗ്രേസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് സ്നേഹം അറിയായിരിക്കുമല്ലോ, ദൈവത്തിന്റെ ദാനം അല്ലെങ്കിൽ അർഹിക്കാത്ത ദാനം. സോ ഞാൻ ആ ഒരു പേര് വെച്ചിട്ട് എഡ്യൂവില്ല. അപ്പോൾ അത് എന്താണ് കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റിങ് നെയിം ആണ്. എനിക്കെല്ലാം ഇങ്ങനെ അങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് ഗ്രേസ് എഡ്യൂവില്ല. അപ്പം അതിലെല്ലാം ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഗ്രേസ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഇസ് ദേർ. ഞാൻ പേഴ്സണലി ഭയങ്കര സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട് എപ്പോഴും. അപ്പൊ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിൽ നടക്കുന്ന ഓരോ മൊമെന്റ്സും ഓരോ സ്റ്റെപ്പും എന്നെ സംബന്ധിച്ച് ഭയങ്കര വലുതാണ്. ഈവൻ ഇപ്പം ഒരു കുട്ടി ജോയിൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ആളുടെ വായിന്ന് കേൾക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ. യെസ്, ഇനി കുട്ടികൾ കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ. യെസ്, അത് ആക്ച്വലി എനിക്കതൊരു പേരന്റ് നമ്മളോട് പറഞ്ഞൊരു വാക്കാണ്. അതായത് നമുക്ക് കുട്ടികൾ ജോയിൻ ആവുന്ന സമയത്ത് നമ്മൾ ഡെമോ ക്ലാസ് കൊടുക്കും. അപ്പോൾ ഒരു ഡെമോ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എബ്രോഡിൽ നിന്നൊക്കെ ആയിരുന്നു കൂടുതൽ സ്റ്റുഡൻസ് വന്നുകൊണ്ടിരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ ഓഫ്ലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ ഓഫ്ലൈൻ ട്യൂഷൻ എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് 2 മണിക്കൂർ എടുക്കുമെന്നൊക്കെ ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരാള് ആ ഒരു പേരന്റ് അവരുടെ കസിനോടോ എന്തോ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് മൗത്ത് പബ്ലിസിറ്റിയിൽ പോയതാണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എബ്രോഡ് തന്നെ വേറൊരാളിലേക്ക് പോയി. അങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടുള്ളത്. അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണിത്. അവിടെ ആ ഒരു ടൈം മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നിട്ടുള്ള ഒരു ജേർണിയാണെന്ന് വെച്ചാൽ മൗത്ത് പബ്ലിസിറ്റി ആണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ കുറെ ആഡുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ടും അതിനകത്ത് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി ആണ്. അതായത് ഇങ്ങനൊരു മാം ഉണ്ട്, ഇങ്ങനൊരു മാം ഉണ്ട്, നന്നായിട്ട് ക്ലാസ് എടുക്കും, സൂപ്പർ ആണ്, നന്നായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് ഡെമോ ക്ലാസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു കുട്ടിക്ക് അഡ്മിഷൻ വന്നാൽ
നമ്മൾ ആദ്യം അവർക്ക് ഡെമോ ക്ലാസ് കൊടുക്കും. ആ ഒരു ഡെമോ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കൊടുക്കലല്ല അത് ശരിക്കും ആ കുട്ടിയായിട്ടുള്ളൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആണ്. നമ്മളിൽ കുട്ടി കംഫർട്ടബിൾ ആണെങ്കിലേ നമ്മൾക്ക് ആ കുട്ടിയോട്ടുള്ള ഒരു ജേർണി പോസിബിൾ ആവത്തുള്ളൂ. ആ ലേണിംഗിൽ ആ ജേർണി പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസം ആ കുട്ടിക്ക് ഡെമോ ക്ലാസ് കൊടുത്തു. ഡെമോ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് കുട്ടീന്റെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ മാം എടുത്തു നോക്കൂ, ഇരിക്കുമോന്ന് അറിയില്ല, ദർ ഇസ് നോ ചാൻസ്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു റെഫറൻസ് കിട്ടിയത് കൊണ്ട് മാം ഒന്ന് എടുത്തു നോക്കിക്കോന്നാ പറഞ്ഞത്. ഇപ്പോഴും ആളുണ്ട്, കഴിഞ്ഞ ഒരു 2 years ആയിട്ട് നമ്മളുടെ ആളുണ്ട്. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ഡെമോ കഴിഞ്ഞപ്പോ ഒരു സെഷൻ, അപ്പൊ ആ സമയത്തെല്ലാം 1 man ഷോ ആണ് ആക്ച്വലി. അതായത് ക്ലാസ് എടുക്കുന്ന ഞാന്, കോൾ ചെയ്യുന്ന ഞാന്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയക്കുന്ന ഞാന്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില ഡെമോ വരുമ്പോൾ ഞാൻ എടുക്കും, സബ്ജക്റ്റ് എല്ലാം ഞാൻ എടുക്കും. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും കുഴപ്പമില്ല. മാത്സ് ഒരു 10th വരെയൊക്കെ ഓക്കെയാണ്, ബാക്കി എനിക്ക് പറ്റില്ല. എനിക്ക് അത്ര ഓക്കെ അല്ല മാത്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫാക്കൾട്ടീസിനൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ ഒരു പേരന്റ് എന്നോട് പറഞ്ഞൊരു കാര്യമാണിത്, മാം അവള് സ്കൂളിൽ നിന്ന് വരുന്നത് തന്നെ എനിക്ക് മാമിന്റെ ക്ലാസ് ഉണ്ട്, മാമിന്റെ ലിങ്ക് ഇപ്പൊ വരും, എനിക്ക് പെട്ടെന്ന് ഫുഡ് താ, എനിക്ക് പെട്ടെന്ന് ചായ താ, ഞാൻ ക്ലാസ്സിന് കയറട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ബിക്കോസ് നേരത്തെ അവൾക്ക് പഠിത്തം ഒരു ബോറിംഗ് ആയിരുന്നു, അവൾക്കൊരു ബേർഡൻ ആയിരുന്നു, പഠിക്കാൻ അവൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. വരിക, ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് വരിക, അവള് എന്താ പറയാ ഹോംവർക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അതായിരുന്നു അവളുടെ റുട്ടീൻ. പക്ഷെ ഇപ്പൊ ആ റുട്ടീനില് ഞാനെന്ന് പറയുന്ന ഒരാള്, ഇപ്പം അവർക്ക് നമ്മളുടെ ആ പ്ലാറ്റ്ഫോം, നമ്മളായിട്ടുള്ള ഒരു കണക്ഷൻ ഇസ് ദയർ. ഓക്കെ, അപ്പൊ അവള് ഇപ്പൊ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. അവൾ അമ്മേനോട് പറഞ്ഞ ഇങ്ങനെയാണ്, മാം അവൾ ഇപ്പൊ കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ടാണ് അവള് പഠിക്കുന്നത്. ബിക്കോസ് അവൾക്ക് ഇപ്പൊ പഠിക്കുക എന്ന് പറയുന്ന ഒരു ബേർഡൻ അല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴല്ലേ നമുക്ക് ആക്ച്വലി ഒരു കുട്ടീന്റെ സൈഡിൽ നിന്ന് വേണ്ടത് അതാണ്. നമ്മളെ പേടിച്ച് പഠിക്കലല്ല അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേരൻസിനെ പേടിച്ചിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ട്യൂട്ടറിനെ പേടിച്ച് പഠിക്കുകയോ അല്ല അവർ ചെയ്യേണ്ടത്. അവരേത് സബ്ജക്ട് പഠിച്ചാലും, വാട്ട് എവർ ഇസ് ദ സബ്ജക്ട്, അവരത് ഇഷ്ടപ്പെട്ട് പഠിക്കണം. അതിപ്പോ മാത്സ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ഏത് സബ്ജക്ട് ഒരു കുട്ടി പഠിച്ചാലും അവർ ആ സബ്ജക്റ്റിൽ കംഫർട്ടബിൾ ആയിരിക്കണം, അവർ സേഫ് ആയിരിക്കണം ആ സബ്ജക്റ്റിൽ. നമുക്കതാണ് വേണ്ടത് ആക്ച്വലി. അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഞാൻ ഏറ്റവും നല്ല പോലെ ഞാൻ എഫേർട്ട് ഇടുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടീനെ ഒരു സബ്ജക്റ്റിൽ കംഫർട്ടബിൾ ആക്കാന്നുള്ളത്. ഓരോ ട്യൂട്ടേഴ്സിനെ അവർ ഇഷ്ടപ്പെട്ടാലല്ലേ. ഹയറിംഗിന്റെ ആഡ് ഇടുമ്പോ എന്താ ചെയ്യുന്നത്, നമ്മൾ ലാസ്റ്റ് ആഡ് ഇട്ട സമയത്ത് 10,000 ആളുകളാണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളത്. അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് ഗൂഗിൾ ഫോം ത്രൂ ഒക്കെ ഇങ്ങനെ ഒരു സോർട്ടിങ് വന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് 80 ആളുകളാണ് ഇന്റർവ്യൂവിന് പോയത്. സ്നേഹിക്കത് അറിയാലോ, 80 ആളുകളാണ് ഇന്റർവ്യൂവിന് വേണ്ടി ഷെഡ്യൂൾഡ് ആയത്. ആ ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയതിനകത്ത് അത് ഇന്റർവ്യൂ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് 20 ആളുകളാണ്. ബിക്കോസ് ഇതൊരു ഭയങ്കര പ്രോസസ്സാണ്. കാര്യം എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് വേണ്ടത് പാഷനേറ്റ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സിനെയാണ്. ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ, ആ പ്രോസസ്സ് തന്നെ എന്തുമാത്രം ടൈം എടുത്തുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണ് ആളുകളെ സോർട്ട് ചെയ്ത് അവരുടെ ക്ലാസ് എടുക്കുന്ന മെത്തേഡും അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചും ഒക്കെ കണ്ടിട്ട് ആളിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവിടെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു ആളിനെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്കത് ഉറപ്പ് വരണം. അതുകൊണ്ട് നമ്മൾ ഡെമോ ക്ലാസ്, യെസ്, നമുക്കത് ഉറപ്പ് വരണം, ആള് പാഷനേറ്റ് ആണ് എന്ന് ഉറപ്പ് വരണം. എനിക്ക് ലാസ്റ്റ് ടൈം നമ്മൾ ആ ഇന്റർവ്യൂ ഒക്കെ നടത്തി ആളുകളെ ഹയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര യെസ്, എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ആക്ച്വലി. കാരണം എന്താണെന്നറിയോ, അവർ ഓരോ ആൾക്കാരുടെ ഡെഡിക്കേഷൻ, ഞാൻ അവർക്കൊരു കരിക്കുലം ട്രെയിനിങ് ഒക്കെ കൊടുക്കും. നമ്മൾ ആ കരിക്കുലം ട്രെയിനിങ്ങിന് അതായത് അവർക്ക് ഒരു ടൈം പറഞ്ഞപ്പോ അവർ അതിനൊരു 5 minutes മുമ്പ് അതിന് ജോയിൻ ആവും. സോ അതെന്നൊക്കെ പറയുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ലക്ഷണങ്ങളാണ്. അതിപ്പോ വാട്ടെവർ, അതിപ്പോ ഒരു ട്യൂട്ടർ എന്നുള്ള പൊസിഷനിലേക്ക് വരുന്ന ഒരാളാവാം, ഒരു കുട്ടിയാവാം. ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ അവരായിട്ടൊരു കംഫർട്ടബിലിറ്റി മേക്ക് ഷുവർ ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഞാനതാ പറഞ്ഞത്, ഒരു കുട്ടി നമ്മളിലോട്ട് ജോയിൻ ആവുമ്പോൾ ഒരു ഡെമോ ക്ലാസ് എടുത്ത് അതിനെ കുട്ടിയെ ഒന്ന് അസസ് ചെയ്ത് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞില്ല. ഓക്കെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ഭയങ്കര എന്ന് വെച്ചാല് നമുക്ക് വെറുതെ ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു, അത് മതി. യെസ്, ഞാൻ എന്റെ കൂടെയുള്ള എല്ലാ ട്രെയിനേഴ്സിനോടും ഞാൻ പറയുന്നൊരു കാര്യം, എല്ലാ ട്യൂട്ടേഴ്സിനോടും ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു 1 hour സെഷൻ ആണെങ്കിൽ ആ 1 hour ഒരു പ്ലാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഞാൻ ഓൾറെഡി സ്നേഹിക്കത് അറിയാം എന്താണ് നിങ്ങൾ ഒരു 1 hour കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ്. അതായത് എങ്ങനെ അവർക്ക് ഗ്രേസ് എഡ്യൂവില്ലയില് അല്ലെങ്കിൽ ഗ്രേസ് എഡ്യൂവില്ലയിലെ സ്നിയ മാം അല്ലെങ്കിൽ ഗ്രേസ് എഡ്യൂവില്ലയിലെ അനസൂയ മാം അവർക്ക് എത്രമാത്രം കംഫർട്ടബിൾ ആൻഡ് അവർക്ക് നമ്മളോട് ആ കോൺഫിഡൻസ് ഉണ്ടാവുന്നു എന്നുള്ളത് സ്റ്റിൽ ഞാൻ അത് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരു കുട്ടി നമ്മൾ അയച്ചൊരു മെസ്സേജിന് റിപ്ലൈ ഇട്ടില്ലെങ്കിൽ
എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് കൊറേ മെസ്സേജ് എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പാഷനേറ്റ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എന്താണ്, ഒരു കുട്ടി നമ്മളൊരു മെസ്സേജ് അയച്ചു, ഡിയർ ടുഡേ സെഷൻ ഇസ് ഷെഡ്യൂൾ ടു ബി ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് സെഷൻ മെസ്സേജ് അയക്കും. വിഷമാവും. അവരൊരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ പോലെയാ. ഈ ഇടയ്ക്ക് വയ്യാണ്ടായിട്ട് ചേച്ചി ഹോസ്പിറ്റലൊക്കെ പോയി അതന്നെ. എനിക്ക് ആക്ച്വലി ആ കുട്ടിയെ അടുത്ത് ഞാൻ അങ്ങനെ സെഷൻ എടുക്കുന്നില്ല ആ കുട്ടിക്ക്. എന്നുവെച്ചാല് ഇപ്പൊ സ്നീ എടുക്കുന്നില്ലേ ആൾക്ക്, അതുപോലെ വേറെ ഫാക്കൽറ്റീസ് ആണ് അവൾക്ക് എടുക്കുന്നത്. എനിക്കറിയില്ല അവളത് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. അതോ ഇനി ഞാൻ അവളുടെ അമ്മയുടെ അടുത്ത് എന്തോ ഒരു കാര്യം സംസാരിച്ചായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നമ്മളുടെ അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക്, അതായത് ഇവരുടെ നോട്ട്സ് ഒക്കെ ഷെയർ ആവുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് വരാണ്, മാമിന് ഇപ്പൊ എങ്ങനെയുണ്ട്. ഞാൻ ആക്ച്വലി അവൾക്ക് ക്ലാസ് ഒന്നും കൊടുക്കുന്നില്ല. അവൾക്ക് ഞാൻ ക്ലാസ് എടുക്കാറില്ല. അവളെ ഇടയ്ക്ക് വന്നില്ല നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിട്ട് ഹൗ വാസ് ദ സെഷൻസ് എന്ന് ചോദിക്കുന്നതല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല അവളെ പറ്റിയിട്ട്. പക്ഷെ അവൾ വന്നിട്ട് എന്നോട് ചോദിക്കും, മാം എങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ എന്റെ കുട്ടികളെല്ലാരും പേരൻസ് ആണെങ്കിലും മാം റെസ്റ്റ് എടുത്തു. മാം റെസ്റ്റ് എടുക്കാണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. മാം എത്ര ടൈം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം അല്ല. നമുക്ക് പേരന്റിന്റെ കയ്യിൽ നിന്നൊരു ട്രസ്റ്റ്, കുട്ടീന്റെ കയ്യിൽ നിന്നുള്ള ലവ്, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇത് ഇത്ര സ്മൂത്ത് ആവത്തില്ല. സ്റ്റിൽ എനിക്ക് അതാണ് വേണം. ഞാൻ നിങ്ങളോടൊക്കെ പറയാറില്ലേ, നമ്മള് ഒരു 1 hour ഒരു ക്ലാസ് എടുത്തിട്ട് വെറുതെ ഇറങ്ങി പോവല്ല. ഞാൻ ഇങ്ങനെ ഓരോരോ ക്ലാസ്സസും മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ട്യൂട്ടറിന്റെ ടൂൺ ഒന്ന് മാറിയാല്, അല്ലെങ്കിൽ ട്യൂട്ടർ കണ്ടിന്യൂസ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഇടയ്ക്കൊന്നും ഇന്ററാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ കുട്ടി ഇന്ററാക്ട് ചെയ്യുന്നില്ല, അവനിങ്ങനെ എന്താ പറയാ മൂളിക്കൊണ്ട് മാത്രം ഇരിക്കുന്നെങ്കിൽ എനിക്ക് ടെൻഷനായി. എന്ത് പറ്റി, ഇവൻ കംഫർട്ടബിൾ അല്ലേ, ട്യൂട്ടറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു എനിക്കൊരു ഡിസ്കംഫർട്ടാണ്. അപ്പോ ഇത് കഴിയുമ്പോ, എല്ലാ സെഷൻസും കഴിയുമ്പോ ഞാൻ കേറിയിട്ട് കുട്ടീനോട് ചോദിക്കും, ഹൗ വാസ് ദ സെഷൻ എന്ന് ചോദിക്കും. യെസ് മാം ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിലേ എനിക്കൊരു തൃപ്തിയാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് കണക്ട് ചെയ്യും, വാട്സപ്പിൽ പോയിട്ട് കണക്ട് ചെയ്യും, ട്യൂട്ടറിനെ കണക്ട് ചെയ്യും. ഞാൻ ചോദിക്കും ഹൗ വാസ് ദ സെഷൻ, നിന്നോട് ഞാൻ ചോദിക്കാറില്ലേ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എന്ന് ചോദിക്കാറില്ലേ. അപ്പൊ നീന്റെ സൈഡിൽ നിന്ന് ക്ലാസ് സൂപ്പർ ആയിരുന്നു മാം, കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിരുന്നു എന്ന് കേട്ടില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എനിക്ക് വേണ്ടത് നിങ്ങൾ ഓരോ ആൾക്കാരായിട്ട് കുട്ടി കംഫർട്ടബിൾ ആവാൻ. കാരണം ഞാനിപ്പോ ട്യൂട്ടറായിട്ട് ഇവിടെ ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ടബിലിറ്റി നമുക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്. ലൈക്ക് ഇപ്പൊ കണ്ടിന്യൂസ്ലി ക്ലാസ് എടുക്കും മാം തന്നെ പറയും വെള്ളമൊക്കെ എടുത്ത് കുടിച്ചോളൂ, അങ്ങനെ സംഭവങ്ങളൊക്കെ. അത് വേറെ എവിടെയും ടീച്ചേഴ്സ്മാർക്ക് അധികം കിട്ടില്ല. അപ്പൊ ആ ഒരു കംഫർട്ടബിലിറ്റി കൊണ്ടാണ് നമ്മുടെ ട്യൂട്ടേഴ്സ് വരുന്നത്. പാഷൻ ആണ് ഓക്കെ, ബട്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കുക, നമ്മളുടെ ഹെൽത്തും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾക്ക് പാഷൻ ആണ്, നമ്മൾക്ക് വർക്ക് ചെയ്യാൻ ഓക്കെയാണ്, എല്ലാമാണ്. പക്ഷെ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ കുട്ടികളുടെയും എന്റെ ഓരോ ട്രെയിനേഴ്സിന്റെ എന്റെ ട്യൂട്ടേഴ്സിന്റെയും അവരുടെ എല്ലാ കംഫർട്ടബിലിറ്റി, അവരുടെ ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും. അവർക്ക് ഫാമിലി ഉള്ള ആളുകളുണ്ട് നമ്മൾക്ക്, അവർ ഓൾസോ. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളാണെങ്കിലും അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ കുറെ പാരന്റ്സ് നമ്മൾ വിളിച്ചിട്ട് പറയണില്ല, അവര് ഫോൺ സോഷ്യൽ മീഡിയ അത് യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ കുറച്ചും കൂടി പഠിത്തത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ചില പാരന്റ്സ് നമ്മൾ വിളിച്ചിട്ട് പറയും, എന്താ പറയാ, അവര് ഭയങ്കര ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്. കേറുന്ന സമയത്ത് സ്റ്റുഡന്റ് നമ്മൾ ഒരു കുട്ടി ഡെമോയിൽ കയറുമ്പോ എന്താ നമ്മൾ പറയാറുള്ള കുട്ടിയോട് മെയിൻ ആയിട്ട് നമ്മൾ പറയും ഇത്ര ടൈമെങ്കിലും പഠിക്കണം. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഒട്ടും പഠിക്കാത്ത ഒരു കുട്ടിയാണ് നമ്മൾ ആദ്യം എന്താ പറയുന്നത് അവനോട്, 1 hour മിനിമം 1 hour നീ ഒന്ന് പഠിക്കേ. എങ്ങനെയാണ് നമ്മൾ ആളെടുത്ത് പറയാറുള്ളത്? അപ്പൊ ഒന്ന് മുഖമൊക്കെ മാറും, ഓക്കെ അല്ല, ഒട്ടും പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ, എടാ നീ ഒരു 1/2 മണിക്കൂറെങ്കിലും പഠിക്കും, എന്നിട്ട് നീ അങ്ങ് പഠിച്ചു, എന്നിട്ട് നീ അങ്ങ് കളിച്ചു. ബിക്കോസ് നിനക്ക് 24 hours ഇല്ല, ഒരു 1/2 hour എങ്കിലും നീ ഒന്ന് പഠിച്ച് നോക്ക്. ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ കംഫർട്ടബിൾ, ഒരു പ്രശ്നമില്ല. അപ്പൊ തന്നെ സിനിമയ്ക്ക് പോകാമോ, കംഫർട്ടബിൾ, ഒരു പ്രശ്നമില്ല. കളിക്കാൻ വിടാവോ, ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ്, ഒരു പ്രശ്നമില്ല. ഫുട്ബോൾ കളിക്കാൻ വിടാവോ, പ്രശ്നമില്ല. പക്ഷെ ഇതാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫാസ്റ്റ് ഫുഡ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? പാരന്റ് ആണ്. അതുപോലെ തന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന ആരാണ്? പാരന്റ് ആണ്. കളിക്കാൻ വിടുന്ന ആരാണ്? അതും പാരന്റ് ആണ്. സോ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഈസ് ദയർ. എല്ലാ കാര്യങ്ങളും വേണം. ഫാസ്റ്റ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷെ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, അവനെ കളിക്കാനും വിട്ടു, അതായത് ഒരു ഹോൾ ഡേ അവനെ കളിക്കാനും വിട്ടു, സിനിമയ്ക്കും കൊണ്ടുപോയിട്ട് മാം പഠിക്കുന്നില്ല, ടീച്ചർ പറഞ്ഞു സ്കൂൾ മാറ്റിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആവില്ല. നമ്മൾ ചില കുട്ടികളോട് ഡെമോ ക്ലാസ് കഴിയുമ്പോഴേ പറയടാ നീ ഒരു 1/2 മണിക്കൂർ ഇന്നൊന്ന് പഠിക്കണേ. എന്നിട്ട് ഞാൻ പറയാറുണ്ട്, ഞാൻ നിന്നെ അപ്പം ഞാൻ ഏത് സമയത്താണ് നീ പഠിക്കുന്നത്? ഞാൻ ഇന്ന് 9 to 10 പഠിക്കാം, അല്ലെങ്കിൽ 9 to 9:30 പഠിക്കാം.
ഞാൻ പറയും ഞാൻ ആ സമയത്ത് നിന്നെ വിളിക്കുവേ എന്ന് പറയും. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാനൊരു സെഷൻ ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് അവൻ പറഞ്ഞു എനിക്ക് മാം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ പഠിക്കും, നന്നായി പഠിക്കും ഇനി. എനിക്ക് ആളെ മനസ്സിലായി. ഫസ്റ്റ് ഞാൻ ഒരു ക്ലാസ് ഡെമോ ക്ലാസ് കൊടുത്തു. അപ്പൊ അവനോട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നീ പഠിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടോ പഠിക്കാതിരിക്കാന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല ഒന്നുമില്ല, അങ്ങനൊന്നും ഇല്ല മാം, എനിക്ക് പഠിക്കണം. ഞാൻ ആരാവാൻ ആഗ്രഹം, എനിക്ക് പൈലറ്റ് ആവണം. സോ ഞാൻ ചോദിച്ചോടാ പൈലറ്റ് ആവാൻ നിൽക്കുന്ന നീ എന്തിനാ CBSE സ്കൂളിൽ നിന്ന് SCRTC അവനോട് ഞാൻ ചേട്ടാ എന്താ പിന്നെ നീ എന്തിനാ സ്റ്റേറ്റ് സിലബസിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു നോർമൽ സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പോകണ്ട, പക്ഷെ ടീച്ചർ പറഞ്ഞു പോകണം. ഞാൻ ഈ ഒരു പ്രശ്നം തന്നെ പല പേരൻസ് പറഞ്ഞിട്ട് കേട്ടു. ഈ വർഷം വേറെ സ്കൂളിൽ കൊണ്ടുപോക്കോ എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പല പേരൻസ് പറഞ്ഞു. അപ്പൊ there are some parents എന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഇപ്പോഴും CBSE തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ പാരന്റും അവര് പറഞ്ഞ എന്താണ്, അവരങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മാം പറഞ്ഞതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. എനിക്കത് വേണ്ടത് അവരങ്ങനെ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. ദ തിങ് ഈസ് ദാറ്റ് അവര് ഗ്രേസ് ഷെഡ്യൂളിലേക്ക് തരുന്ന ട്രസ്റ്റ്. യെസ്, അതാണ് നമ്മളുടെ സത്യം പറഞ്ഞ സ്ട്രെങ്ത്. ആ ഒരു ട്രസ്റ്റ് കുട്ടികളുടെ ലവ്. ഒരു ദിവസം നമ്മള് ഇപ്പോ ചില കുട്ടികളുണ്ട് നമ്മൾക്ക്, അവര് ചിലപ്പോ ഞാൻ ക്ലാസ് എടുക്കത്തില്ല. ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന വളരെ കുറവല്ലേ, ഞാൻ എടുക്കുന്നില്ലല്ലോ, നിങ്ങളൊക്കെ അല്ലേ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ there are some students മാം എടുക്കണം എന്ന് പറയുന്ന ചില കുട്ടികളുണ്ട്. അപ്പോൾ ചില സബ്ജക്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ മാത്സുകാരെ അല്ലെങ്കിൽ കെമിസ്ട്രി ഫാക്കൽറ്റീനൊക്കെ ആക്കി കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ കാണുന്നില്ല, ഞാനും ആ കുട്ടി തമ്മിൽ കാണുന്നില്ല. ആക്ച്വലി നടക്കുന്ന കാര്യം എന്നറിയോ, ഈ സെഷൻ കഴിയുമ്പോൾ അവരുടെ വീഡിയോ കോൾ ചെയ്യും, മാം ഓക്കെ ആണോ, മാം ഇന്ന് എന്താ കഴിച്ചേ. ഞാൻ ശരിക്കും പറഞ്ഞത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ കഷ്ടപ്പാട് എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് ഒരു പാരന്റിൽ നിന്നും ഒരു കുട്ടിയിൽ നിന്നും കേൾക്കാൻ പാടില്ല. ഇഷ്ടപ്പെടുന്നുണ്ട് മോസ്റ്റ്ലി നമ്മളിപ്പോ വരുന്ന സ്റ്റുഡൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു അതേ സമയം ഇപ്പൊ എൻട്രി ആവുന്ന കുറെ പാരന്റ്സും പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഓൾസോ നമ്മള് അങ്ങനെ ചില കുട്ടികളുണ്ട് ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ഒരു ദിവസം ഷെഡ്യൂൾഡ് ആയിട്ട് എന്താ പറയാ ഒരു ദിവസം മാനേജ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ലൈക്ക് നമുക്കൊരു അബ്രോഡുള്ള ഒരു കുട്ടിയുണ്ട്. എന്ന് വെച്ചാൽ അവര് പഠിക്കേണ്ട സമയത്ത് പഠിക്കും, ഗെയിം കളിക്കേണ്ട സമയത്ത് ഗെയിം കളിക്കും. മെയിൻലി ഔട്ട്ഡോർ ഗെയിംസ് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റാ. ബിക്കോസ് കുട്ടികള് പുറം ലോകമായിട്ട് കമ്മിറ്റഡ് ആവുക, ഫാമിലിയോട് കമ്മിറ്റഡ് ആവുക. പാരന്റ്, അതായത് മോസ്റ്റ്ലി എല്ലാ പാരന്റ്സും വർക്കിംഗ് ആണല്ലോ. ആക്ച്വലി പാരന്റും എന്ന് വെച്ചാൽ ഫാദർ മദർ എല്ലാം വർക്കിംഗ് ആണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നം ഈസ് ദയർ. ഓക്കെ, അതുകൊണ്ടാണ് അവർ എപ്പോഴും സ്റ്റുഡൻസ് റൂമിൽ തന്നെയാ, ഫുഡ് കഴിക്കാൻ സമയത്ത് പുറത്തു വരും, ഫുഡ് കഴിക്കും, പോകും. സോ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, പേരൻസായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പം എന്തെങ്കിലും സിബ്ലിങ്സ് ഉള്ളവരാണെങ്കിൽ അവര് സംസാരിക്കുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ടൈം കണ്ടെത്തുന്നില്ല. ടൈം ഇല്ലാഞ്ഞിട്ടല്ല, 24 hours ഉണ്ട്, ഹാഫ് ആൻ അവർ മതി ടൈം കണ്ടെത്താം. അത് കുട്ടിയുടെ സൈഡിൽ നിന്ന് കുട്ടിക്കും കണ്ടെത്താം, പാരന്റിന്റെ സൈഡിൽ നിന്ന് പാരന്റിനും കണ്ടെത്താം. എന്നെ ഒരു പാരന്റ് വന്നിട്ട് മാം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണെന്ന് പറയുമ്പോൾ എന്നിട്ട് പറയും വെക്കേഷൻ ആയതുകൊണ്ട് കൊടുത്തേക്കുവാന്ന്. ആ കുട്ടീനെ പിന്നെ എങ്ങനെ കുറ്റം പറയാം. വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഫോൺ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി ലേറ്റ് ആയിട്ട് അത് ഞാൻ വെക്കേഷൻ ആയിട്ട് കൊടുത്തതാ, ലേറ്റ് ആയിട്ട് കിടന്നോട്ടെ എന്നിട്ട് ഇങ്ങനെ അതിനകത്ത് കാര്യമില്ല. അത് വെക്കേഷൻ ആയാലും നോർമൽ ഡേ ആയാലും സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതാണല്ലോ പ്രശ്നം. അത് ഒരുപാട് എന്ന് വെച്ചാൽ ഉറങ്ങുന്നില്ല പ്രോപ്പർ ടൈമില്. നീ നാളെ രാവിലെ ഏത് സമയത്ത് പഠിക്കും? മാം എനിക്ക് ഉറങ്ങണം, രാവിലെ 10 മണി പറയല്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയും. 10 മണിക്ക് പഠിച്ചാൽ എന്താ പ്രശ്നം? 10 മണിക്ക് പഠിക്കാൻ പറ്റാത്ത എന്താ? എഴുന്നേക്കുന്നില്ല, ഗെയിം കളിക്കുമായിരുന്നു, അതുകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ റീൽസ് കാണുമായിരുന്നു. ഇതെല്ലാം വേണം. നമ്മൾ കാണത്തില്ല റീൽസ്, നമ്മളുടെ പേഴ്സണൽ ഫോണിൽ നോക്കാൻ സമയം കിട്ടത്തില്ല ചിലപ്പോ. കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ നമ്മളുടെ കുട്ടികൾ പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് ഇൻ ബിറ്റ്വീൻ ഒരു ടൈം കിട്ടത്തില്ല. പക്ഷെ ഫോൺ നോക്കണം. കാര്യം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ വീക്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഹെൽത്ത് നമുക്ക് പ്രശ്നം ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നമ്മളെപ്പോ നമുക്കൊരു റിഫ്രഷ്മെന്റ് വേണമെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഔട്ട്ഡോർ ഗെയിംസ് വേണം. അഫ്കോഴ്സ് അത് നല്ല രീതിയിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വേണം. ഇപ്പൊ അങ്ങനെ എവിടെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ ഒരു ഏരിയ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ എത്ര ഏരിയയില് വൈകുന്നേരം ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളെ കാണാൻ അപ്പൊ അവിടെ ഇല്ലല്ലോ കളിസ്ഥലങ്ങളില്ല. ലൈബ്രറിയിൽ എത്ര പേര് പോകും? കണ്ടിട്ടുണ്ടോ? എത്ര കുട്ടികൾക്ക് ബുക്സ് കൊടുക്കും? ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? കാർട്ടൂൺ കണ്ടിട്ടാണ്. കാർട്ടൂൺ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. സോ നമ്മളാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. എല്ലാം നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്യേണ്ടത്. അതുണ്ട് കേട്ടോ, കൺട്രോൾഡ് ആയിട്ട് പേരൻസ് ഉണ്ടെന്ന് വെച്ചാല് there are some parents അവര് ട്യൂഷൻ കൊടുക്കേണ്ടപ്പോ ട്യൂഷൻ കൊടുക്കും. സ്കൂളിലെ ആക്ടിവിറ്റീസിൽ ഡാൻസ് അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങള്
എന്തെങ്കിലും promote കോമ്പറ്റീഷൻസ് അതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന പേരൻസ്. അങ്ങനത്തെ കുട്ടികളെ നമുക്ക് പഠിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്റ്റുഡന്റ് ഇല്ലേ, ആ സ്റ്റുഡന്റിന്റെ ലൈക്ക് പാരന്റ് എപ്പോഴും പറയുന്നത് എന്താ, അവള് പഠിക്കുന്നില്ല, അവള് രാവിലെ എഴുന്നേക്കുന്നില്ല. അവര് പറയാറുണ്ട്. ശരിയാ, വിളിച്ചിട്ടാണോ, ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു മാം കണ്ടില്ലല്ലോ, എന്തോ പറ്റി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറച്ചൊന്ന് ബിസി ആയിരുന്നു, വയ്യാണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയാണേ, മാം 12th ആള് രാവിലെ എഴുന്നേക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, മാം ഒന്ന് പറയണമെന്ന്. നമ്മളുടെ മുമ്പിൽ ഒരു 1 hour വന്നിരിക്കുന്ന കുട്ടിയോട് നമ്മൾ ഞാൻ അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് മര്യാദക്കുള്ള സറൗണ്ടിങ്സ് കിട്ടുന്നില്ല. എപ്പോഴും പഠിക്കുന്നു പറഞ്ഞാൽ ആരെ പഠിക്കില്ല. അതാണ് മെയിൻ റീസൺ. അതാണ് ആക്ച്വലി നമുക്ക് ഒരു കുട്ടീൻ്റെ അടുത്ത് നീ രാവിലെ എഴുന്നേക്കണം, ഇന്ന ഈ സമയത്ത് സമയത്ത് എഴുന്നേക്കണം, പഠിക്കണം. പഠിക്കണം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെളുപ്പിന് എണീക്കണം, പഠിക്കണം എന്നൊക്കെ ഉള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, അവർക്ക് ഫോഴ്സ്ഫുള്ളി നമ്മൾ അങ്ങനെ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്റെ പേരൻസ് എന്നെ ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം, എന്റെ ഇത്രയും ജേർണിയിൽ സ്റ്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഞാൻ ഇത്രയും പഠിച്ചിട്ടുള്ളപ്പോഴാണെങ്കിലും ഒന്നും പഠിക്കുന്നില്ലേ എന്ന് ചോദിച്ച് അവരെന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, നീ പഠിക്കുന്നില്ലേ, പുസ്തകം എടുത്ത് വെച്ച് പഠിക്ക്, അല്ലെങ്കിൽ എടുത്ത് വെച്ച് വായിക്ക് എന്നൊരു കാര്യം എന്നോട് ഇതുവരെ എന്റെ പേരൻസ് പറഞ്ഞിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതും അത് അല്ലെങ്കിൽ ഒരു പേരന്റ് അങ്ങനെ പറയിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അറ്റ് ദ സെയിം ടൈം ഈ കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? പാരന്റ്സിന്റെയാണ്. ഷുവർ. ഇത് ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് മാം ഒന്ന് എണീപ്പിക്കോ, മാം ഒന്ന് പറയോ, കളിക്കാൻ പോകാതിരിക്കാൻ ഇല്ല. നമ്മളുടെ കുട്ടികള് അവന്റെ പേരന്റ് പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക. അതുപോലെ തന്നെ നമ്മളോട് പല ആളുകളും ഇതേപോലെ തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്, അഡ്മിഷൻ എടുക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഇല്ല. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് വേറെ എന്തൊരു പ്രോസസ്സിനെയും പോലെ തന്നെ, വേറെ എന്തൊരു കാര്യത്തെയും പോലെ തന്നെ ഒരു പ്രോസസ്സാണ് ആക്ച്വലി. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു 2 മാസത്തെ കോഴ്സ് കൊടുത്താൽ വരുന്ന നല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്